നാട്ടിൽ നിന്നുള്ള വാർത്തകളിൽ അത്യുഷ്ണവും സൂര്യതപവും ഒക്കെ നിറയുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നത് പേമാരിയുടെയും വെള്ളക്കെട്ടിൻ്റെയും വാർത്തകളാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? മരുഭൂമിയിൽ പ്രളയം, ഹരിതഭൂമിയിൽ അത്യുഷ്ണം. കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ തൊട്ടു തുടങ്ങിയോ? ഏപ്രിൽ 16-നും 17-നും ഇടയ്ക്ക് 24 മണിക്കൂറിനിടയിൽ UAE പെയ്തത് 2 വർഷത്തിൽ ഈ മരുഭൂരാജ്യത്ത് ആകെ കിട്ടേണ്ട മഴയാണ്. 75 വർഷത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ മഴ സൃഷ്ടിച്ച കെടുതികളിൽ നിന്ന് കരകയറി നെടുവീർപ്പിട്ടതിന് തൊട്ടു പിന്നാലെ മെയ് ആദ്യ ദിവസങ്ങളിൽ വീണ്ടും എത്തുന്നു തകർപ്പൻ മഴ. ആഗോളതാപനത്തിൻ്റെ ഫലമാണ് UAEയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും തുടർന്നുണ്ടാകുന്ന ശക്തമായ കാറ്റും പേമാരിയുമെല്ലാം. സമാനമായ സാഹചര്യത്തെ ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് മഴ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഗ്ലോബൽ വാർമിംഗ് കാരണം എമിറേറ്റ്സിൽ, പ്രത്യേകിച്ച് എമിറേറ്റ്സിൽ എല്ലാ വർഷവും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിന് മഴയുടെ സാധ്യതയും കൂടുന്നുണ്ട്. അതുപോലെ ഈ വർഷം എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൽനിനോ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിലായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സീ സർഫേസ് ടെമ്പറേച്ചർ വളരെ ഉയർന്ന തോതിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ന്യൂനമർദ്ദം ഉണ്ടായിട്ട് ഇവിടെ ദുബായിൽ മഴ സാധ്യത ഉണ്ടായിട്ടുള്ളത്. ഈ എൽനിനോ എന്ന് പറയുന്നത് ഇപ്പോഴും ആക്റ്റീവ് സ്റ്റേജിലാണ്. അതൊരു ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത UAEയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. UAE മാത്രമല്ല, പേമാരിയിൽ വിറച്ചുപോയത് ഗൾഫിലെ ഒമാനും സൗദിയും ബഹ്റൈനും ഖത്തറുമെല്ലാമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യങ്ങളെല്ലാം ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മഴ ഉറപ്പാക്കാൻ കോടികൾ മുടക്കി ക്ലൗഡ് സീഡിംഗ് നടത്തുന്ന രാജ്യമാണ് UAE. പക്ഷേ രാജ്യത്തെ വെള്ളത്തിൽ മുക്കിയ കഴിഞ്ഞ മാസത്തെ മഴ ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഫലമല്ലെന്ന് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ അറ്റ്മോസ്ഫിയറിൽ 2 ന്യൂനമർദ്ദങ്ങൾ ഒരുമിച്ച് വരികയും മറ്റുള്ള വെതർ എലിമെൻറ്റ്സ് ഒക്കെ സ്ട്രോങ് ഇൻസ്റ്റബിലിറ്റി ആക്കുകയും ചെയ്തപ്പോഴാണ് എമിറേറ്റ്സിൽ, പ്രത്യേകിച്ച് ദുബായ്, ഷാർജ ഭാഗങ്ങളിൽ ഹൈ പ്രസിപ്പിറ്റേഷൻ സൂപ്പർ സെൽ എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടാവുകയും പേമാരി ഉണ്ടാവുകയും ചെയ്തത്. ഇത് തികച്ചും നാച്ചുറൽ റെയിനാണ്. പക്ഷേ UAEയുടെ പുറത്തുള്ള മീഡിയാസ് ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ക്ലൗഡ് സീഡിങ് കാരണമാണ് UAEയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകം സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത COP28 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് UAE. കാലാവസ്ഥയിലെ ഈ മാറ്റം UAEയിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഒതുങ്ങുന്നതല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കൃത്യമായി നമ്മുടെ ഭൂമിയുടെ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് സൂചന നൽകുകയാണ്. അത് തീർച്ചയായും ഇപ്പോൾ UAEയിലാണ് കഴിഞ്ഞ COP28 കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ലോകരാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു സംവാദവേദി ഇവിടെയായിരുന്നു. ഈ രാജ്യത്ത് തന്നെയാണ് ഈ COP28 കഴിഞ്ഞ ഉടനെ ഇത്തരമൊരു കാലാവസ്ഥ ട്രാജഡി അല്ലെങ്കിൽ ദുരന്തം എന്ന് വിളിക്കാവുന്ന അർത്ഥത്തിലുള്ള ഒരു മഴ ലഭിച്ചത്. അപ്പോൾ തീർച്ചയായും ഭാവിയിലേക്ക് നമ്മുടെ പ്ലാനറ്റിൻ്റെ, ഈ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ചില മെസ്സേജാണ് ഈ ഒരു മഴ നൽകിയത് എന്ന് കാണാൻ പറ്റും. ഏപ്രിൽ പെയ്ത മഴയും വെള്ളപ്പൊക്കവും കണ്ട് UAE ഭരണാധികാരികളിൽ നിന്നുണ്ടായ ആദ്യ പ്രതികരണം രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം വേണമെന്നതായിരുന്നു. അതായത് മഴയെ UAE ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മരുഭൂമിയിൽ കൃഷിയും കാടുമൊക്കെ സ്വപ്നം കണ്ട രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ മക്കൾക്ക് മഴയെ ഇനിയും വരവേൽക്കാനാണ് ആഗ്രഹമെന്ന് ചുരുക്കം. ക്ലൗഡ് സീഡിംഗ് നടത്തിയും അല്ലാതെയും ഇനിയും ഇവിടെ മഴ വരട്ടെ. മഴ എത്ര ശക്തമായാലും കെടുതികളില്ലാത്ത വിധം അതിനെ വരവേൽക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്ത് മാറ്റം വേണമെന്നതാണ് ചർച്ച. ഭൂമിയിൽ ജീവനെ മുളപ്പിക്കുന്ന മഴ അനുഗ്രഹമാണ്. എന്നാൽ ഈ മാറ്റത്തിൻ്റെ ഭാഗമായി കടുത്ത ചൂടിൽ വിയർത്തു കുളിക്കേണ്ടി വരുന്ന നമ്മുടെ കേരളം കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടിയിരിക്കുന്നു.
മീനമാസത്തിലെ ചൂട് പോലും കുളിരാണെന്ന് പണ്ട് ഗൾഫിലെ പ്രവാസികളെ കൊണ്ട് പറയിപ്പിച്ച നമ്മുടെ നാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും സൂര്യാതപമേറ്റ് മരിക്കുന്ന വാർത്തകൾ സങ്കടകരമാണ്. അധിനിവേശത്തിന് വന്നവർക്ക് നമ്മുടെ കുരുമുളകും വിളകളും കൊണ്ടുപോകാൻ കഴിഞ്ഞാലും ഇടവപ്പാതിയെ കൊണ്ടുപോകാനാവില്ലല്ലോ എന്ന് നമ്മൾ വീമ്പ് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര സുന്ദരമല്ല. ഇടവപ്പാതിക്കും നമ്മൾ സംരക്ഷണം ഒരുക്കേണ്ട കാലമാണിത്.